മത്സരമാണ് ജനം ടി വിയിലും. അരുൺ കൊടുങ്ങൂരിൽ നിന്ന് അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ്. പുലിമടയിലാണ് അരുൺ ആലത്തൂരുള്ളത്. പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ പുലികൾക്കൊപ്പമാണ്. തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. വൈകിട്ട് 5-ന് ഫ്ലാഗ് ഓഫ് ഉള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. അതും സ്വരാജ് റൗണ്ടിൽ നിന്ന്. എന്തായാലും അരുൺ ആലത്തൂർ, എന്താണ് പുലിമടയിലെ വിശേഷങ്ങൾ? തയ്യാറാണോ? തീർച്ചയായും പാട്ടുരായ്ക്കലിൻ്റെ പുലിമടയിൽ പുലികളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുലികളൊക്കെ ദേഹത്തെ ചായം പൂശിക്കൊണ്ടിരിക്കുന്നു. അതിരാവിലെ തന്നെ ഇവരൊക്കെ ഇവിടെ എത്തി ദേഹത്തെ രോമങ്ങളൊക്കെ വടിച്ചു കളഞ്ഞ് അതിനുശേഷം ആ ഒരു ഇനാമൽ പെയിൻറ് ദേഹത്ത് പുരട്ടുകയാണ്. ഏതായാലും ഈ പുലികളി ആവേശം, ആ ആവേശത്തിലേക്ക് ഇന്ന് അതിരാവിലെ മുതൽ തന്നെ തൃശ്ശൂരിലെ നാടും നഗരവും ഒക്കെ കടന്നിരിക്കുകയാണ്. പുലികളുടെ തയ്യാറെടുപ്പുകൾ തന്നെയാണ് രാവിലത്തെ മനോഹര കാഴ്ചകൾ എന്നുള്ളതാണ്. വിവിധ കളറുകൾ, വിവിധ ചായങ്ങളാണ് ഇവരുടെയൊക്കെ ദേഹത്ത് പുരട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചായങ്ങളൊക്കെ പുരട്ടി ഏകദേശം നമുക്ക് ഉച്ച സമയം വരെ, ഉച്ചയ്ക്ക് ഒരു 3 മണി വരെയൊക്കെ സമയം വേണം. ഇപ്പോൾ ഈ ചായം പൂശുന്ന ആളുകളുടെ ശരീരത്തെ ഈ ചിത്രം പൂർത്തിയാവണമെങ്കിൽ 3 മണിയോടെയൊക്കെ അടുക്കും. അത്രയും നേരം ഇവർ ഇപ്പോൾ നിൽക്കുന്ന പോലെ ഈ കയ്യിൽ 2 കമ്പുകൾ പിടിച്ച് നിവർന്ന് നിൽക്കണം. അത്രയും നേരം ഇവരെല്ലാം കാത്തു നിൽക്കണം എന്നുള്ളതാണ്. ഓരോ ദേശത്ത് 7 ദേശങ്ങളാണ് ഇത്തവണ ഈ ഒരു പുലികളിക്കുള്ളത്. 7 ദേശങ്ങളിൽ ഓരോ ദേശത്തിലും 31 മുതൽ 51 വരെയാണ് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പുലികൾ ഓരോ മടയിലും ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഈ പുലികളിയുടെ ആവേശം, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ ഇപ്പോൾ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം നന്ദകിഷോർ, പ്രശസ്ത ചാക്യാർകൂത്ത് കലാകാരനാണ്. ഒപ്പം തന്നെ സീരിയൽ താരമാണ്. എത്രത്തോളം ആവേശമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം? നമ്മൾ നേരത്തെ പൂരത്തിന് ജനം ടി വിയോടൊപ്പം അങ്ങ് ചേർന്നിരുന്നു. ഇപ്പോൾ പുലികളിയിലേക്ക് എത്തിയിരിക്കുന്നു. തൃശ്ശൂരിലെ ഇത്തവണത്തെ പുലികളി എത്രത്തോളം പ്രധാനപ്പെട്ടാണ്? നമ്മൾ നിൽക്കുന്നതാണെങ്കിൽ ഈ പാട്ടുരായ്ക്കലിലാണ്. പാട്ടുരായ്ക്കൽ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷമാണ് അവരൊക്കെ ഈ പുലികളിയിലേക്ക് എത്തുന്നത്, അല്ലേ? പുലിക്കളി എന്ന് പറയുന്നത് തൃശ്ശൂർ ശരിക്കും ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ ഒരു പരിസമാപ്തി എന്ന് വേണമെങ്കിൽ പറയാം. പൂരോരുട്ടായി നക്ഷത്രത്തിലാണ് ഈ പുലിക്കളി നടക്കുന്നത്. തൃശ്ശൂരിനെ പറ്റി സാംസ്കാരികമായിട്ടുള്ള അതിൻ്റെ പ്രാധാന്യം എടുത്ത് പറയുമ്പോൾ 2 വാക്കിൽ പറയാം. ഒന്ന് പൂ എന്നാണ്. പൂ എന്ന് പറഞ്ഞാൽ പൂരം, പൂ എന്ന് പറഞ്ഞാൽ പുലിക്കളി. പൂ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരായി. അപ്പോൾ തൃശ്ശൂരെ അറപ്പ് വിളിക്കുമ്പോൾ അറപ്പേയ് പൂ എന്ന് വിളിക്കണം. പൂരവും പുലിക്കളിയാണ് തൃശ്ശൂരിൻ്റെ 2 സംഭവങ്ങൾ. പുലിക്കളി എന്ന് പറയുന്നത് ശരിക്ക് തൃശ്ശൂർ റൗണ്ടാണല്ലോ, ഷേപ്പ് റൗണ്ടാണ്, വൃത്തം. എന്ത് വൃത്തം എന്ന് ചോദിച്ചാൽ ശാർദൂല വിക്രീഡിതം വൃത്തം. ശാർദൂലം എന്ന് പറഞ്ഞാൽ പുലി, വിക്രീഡിതം എന്ന് പറഞ്ഞാൽ കളി. അപ്പോൾ പുലി കളിക്കുന്ന വൃത്തമാണ് തൃശ്ശൂർ റൗണ്ട്. ശാർദൂല വിക്രീഡിതം വൃത്തമാണ്. അപ്പോൾ ഓണത്തിന് പുലിക്കളി എന്ന് പറയുന്നത് വാസ്തവത്തിൽ നരിക്രീഡ, അതല്ലെങ്കിൽ ശാർദൂല വിക്രീഡിതം, അതല്ലെങ്കിൽ വ്യാഘ്രലീലാണ്. ശരിക്കും മനുഷ്യൻ ശരിക്കും പുലിക്കളി എന്ന ശബ്ദം പുലികെട്ടിക്കളി എന്താണ്? പുലി കളിക്കുന്നില്ലല്ലോ, മനുഷ്യൻ പുലിയുടെ വേഷം കെട്ടിക്കളിക്കണം. അപ്പം അതിനെ പുലികെട്ടിക്കളി എന്നാണ് പഴയ ആളുകൾ പറഞ്ഞിരുന്നത്. പണ്ടത്തെ പുലിക്കളിയിൽ നിന്നും വളരെയധികം വ്യത്യാസം ഇപ്പോഴത്തെ പുലിക്കളിക്കുണ്ട്. പണ്ട് ഒലക്കേമലായിരുന്നു കളിച്ചിരുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരു 1/2 നൂറ്റാണ്ട് മുമ്പ് വരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒലക്കേമയുള്ള കളി. എനിക്കിപ്പോൾ 62 വയസ്സായി. അപ്പോൾ അതുകൊണ്ട് 1/2 നൂറ്റാണ്ട് മുമ്പുള്ള പുലിക്കളി ഒലക്ക 2 പേരുടെ തോളത്ത് ഓരോ ഒലക്ക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പുലി കയറുന്ന് കളിക്കുന്നതാണ്. അത് വളരെ ഇപ്പോൾ ഈ നിലത്ത് നിന്ന് കളിക്കുന്ന പോലെയല്ല, ഇത്തിരി കൂടെ പ്രയാസകരമായിരുന്നു. പ്രയാസകരം, കളിക്കുന്ന ആൾക്കും പ്രയാസകരമാണ്. ഈ ഒലക്കയുടെ മുകളിൽ നിന്ന് കളിക്കുമ്പോൾ തോളിൽ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരാളെടുത്തിട്ടാണല്ലോ ഒലക്ക വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ പുലിക്കളി മെയ്യിൻ്റെ കലയാണ്. അത് മെയ്യഭ്യാസം, മെയ്യുകൊണ്ട് പണിയെടുക്കുന്നവൻ, ശരീരം കൊണ്ട് പണിയെടുക്കുന്നവൻ, അല്ലെങ്കിൽ ശരീരം കൊണ്ട് അധ്വാനം ഏറ്റവും ആവശ്യപ്പെടുന്ന എല്ലാ അർത്ഥത്തിലും അത് ചമയത്തിന് ഒരുങ്ങുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ചമയത്തിന് ഒരുങ്ങുന്നത് ഈ പുലിയുടെ മേത്ത് പെയിൻ്റ് അടിക്കുമ്പോൾ, ചായം തേക്കുമ്പോൾ ഇങ്ങനെ 2 വടി കുത്തിപ്പിടിച്ചിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അവിടെ മുതൽ ഇതിൻ്റെ വേഷം കെട്ട് ശരിക്കും രാവിലെ മുതൽക്ക് തുടങ്ങും. ആഹാര്യമണിയൽ എന്ന് സംസ്കൃതത്തിൽ പറയാവുന്ന പുലിക്കളിക്കുള്ള വേഷം കെട്ട് രാവിലെ മുതൽക്ക് തുടങ്ങി ഇത് വൈകുന്നേരം 8 മണി 8:30 ആകുമ്പോഴേ ഇത് കഴിയുള്ളൂ. അതിന് അത്രമാത്രം അവിടം മുതൽ തുടങ്ങുന്ന ഒരു മെയ്യിൻ്റെ അധ്വാനം, മെയ്യിൻ്റെ ഉറപ്പ്. ശരീരത്തിൽ നല്ല ഉറപ്പുള്ളവർക്ക് ഈ വേഷം കെട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്ഷീണം വരും, തലതിരി, പല പ്രശ്നങ്ങൾ വരാം മനുഷ്യനല്ലേ. അപ്പം അങ്ങനെ മെയ്യ് കൊണ്ടുള്ള കലയാണ് വാസ്തവത്തിൽ എന്ത്. അതൊരു ശരിക്കും മെയ്ക്കളി കൂടിയാണ് പുലിക്കളി എന്ന് പറയുന്നത്. ആസ്വാദകരെ മുഴുവൻ ആവേശത്തിലാക്കണമെങ്കിൽ അതിന് കലാകാരന്മാർ നന്നായി പണിപെടണം. അതിപ്പോൾ ഈ ചായം പൂശുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഈ പുലി കളിക്കുന്ന ആളുകളാണെങ്കിലും ശരിയല്ലേ? ചായം പൂശുന്ന ആളുകളെ സംബന്ധിച്ച് പൂശി കഴിഞ്ഞാൽ അവരെവിടെ കഴിഞ്ഞു.
പക്ഷെ മറ്റാളുകളെ സംബന്ധിച്ച് വേഷം കെട്ടിയ ആൾ, പിന്നെ പുലിക്കളിയും മെയ്യിൻ്റെ കല്യാണം ഞാൻ പറയാൻ കാരണം ഈ നടന്മാർ സ്വതം വയറില്ലാത്തവരാവണമെന്നാണല്ലോ നമ്മുടെ ആർട്ടിസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ സങ്കല്പം. പുലിക്കളിയിൽ വയറിന് ഡിമാൻഡുള്ള ഒരേ ഒരു കല പുലിക്കളിയാണെന്ന് എനിക്ക് തോന്നുന്നു. പുരുഷൻ്റെ സാധാരണ വയറുള്ള ആളുകളൊക്കെ ഒന്ന് കളിയാക്കും, പക്ഷെ ഇന്നിപ്പോ വയറുള്ളവർക്കൊക്കെ ഒന്ന് ഡിമാൻഡാണ് അല്ലേ? അങ്ങനെയൊക്കെ എനിക്കൊക്കെ അത്യാവശ്യം വയറുണ്ട്. എൻ്റെ വയറ് പോരാ, നമ്മുടെ വയറുമ്പോൾ പുലിയുടെ മുഖം വരയ്ക്കാനുള്ള ഈ മനുഷ്യ ശരീരത്തിൻ്റെ നടുമുറ്റാണ് ഈ നെഞ്ചും വയറും ഉൾപ്പെട്ട പ്രദേശം. മനുഷ്യ ശരീരത്തെ ഒരു കെട്ടിടമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ നടുമുറ്റാണ് ഈ നെഞ്ചും വയറും ഉൾപ്പെട്ട അവസ്ഥ. ഇവിടെയാണ് ഈ വയറുമ്മലും നെഞ്ചിലാണ് പുലിയുടെ മുഖം വരയ്ക്കുക. മോന്താന്നാണ് മോന്തയാണ് മലയാളം, മുഖം എന്ന് പറയുന്നത് സംസ്കൃതമാണ്. പുലിമോന്ത വരയ്ക്കുന്ന ഇവിടെയാണ്. അപ്പോൾ കണ്ണ് വരിക ഈ മുലയുടെ ഇവിടെയാണ്. പുരുഷൻ്റെ മുലക്കണ്ണ് പുലിക്കണ്ണാവുന്ന രീതിയിൽ മെയ്യ് മാറ്റിയെടുക്കുന്ന ഒരു കല കൂടിയാണ് മുലക്കണ്ണ് പുലിക്കണ്ണാവുന്ന ഭാഗത്ത് വയറിട്ടിട്ട് ഇങ്ങനെ ഇളക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ശ്വാസം പിടിച്ച് പ്രത്യേക രീതിയിൽ വയറുണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ പുലി ഇങ്ങനെ കാണുന്ന ഒരു പ്രതീതി മനുഷ്യനുണ്ടാവും. അപ്പോൾ വയറിൻ്റെ ഉണ്ണാൻ മാത്രമല്ല വയറ് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ വയറ് ആഹാരം ആണല്ലോ വയറ്. ഇത് വയറിൽ ആഹാര്യം, അതായത് പെയിൻ്റ് അടിച്ചിട്ട് വയറിന് ഡിമാൻഡുള്ള വയറിളക്കമാണ് വാസ്തവത്തിൽ. വയറുകൊണ്ടുള്ള ഇളക്കാണ് പുലിക്കളി. ഒരു ചുരുക്കി പറയാം. അത് മാത്രമല്ല അങ്ങനെയും കൂടിയാണ്. ഒരു ചരിത്രം എങ്ങനെയാണ് ഈ പുലിക്കളിയുടെ ചരിത്രം? വാസ്തവത്തിൽ അതിനൊരു ഇസ്ലാം സംബന്ധമുണ്ട് ഈ പുലിക്കളിക്കും. അതായത് മുസ്ലിമായിട്ട് ബന്ധമുണ്ട്. അവരാണ് ഈ കല ശരിക്ക് തൃശ്ശൂർക്ക് കൊണ്ടുവന്നതെന്ന് പുത്തഴുത്ത് രാമമേനോൻ്റെ തൃശ്ശൂർ എന്ന പുസ്തകത്തിലും 2008 സെപ്റ്റംബർ 14 ജനയുഗം വാരാന്ത പതിപ്പിൽ KR രേണുക എഴുതിയ നഗരം കീഴടക്കുന്ന നരികൾ എന്ന ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പഞ്ചയെടുക്കൽ എന്ന് പറഞ്ഞ പട്ടാണികളുടെ ഇടയിൽ മൊഹറത്തോടനുബന്ധിച്ചൊരു ഉത്സവം ഉണ്ടായിരുന്നു. ഈ പഞ്ചയെടുക്കൽ എന്ന് പറയുന്നത് ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിൽ നബി തിരുമേനിയുടെ അനുയായ അലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ ഹസനും ഹുസൈനും വീരചരമം പ്രാപിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ആഘോഷിക്കുന്ന ഈ പഞ്ചയെടുക്കൽ, പട്ടാണികൾ ആഘോഷിക്കുന്ന പഞ്ചയെടുക്കൽ എന്ന ഉത്സവത്തിൽ 10ാം ദിവസം നടന്ന പ്രൊസഷൻ പരേഡിലെ ഒരു ഐറ്റമായിരുന്നു ഈ പുലിക്കളി. പട്ടാണികൾ കച്ചവടത്തിന് തൃശ്ശൂർ വന്നപ്പോൾ ഈ പുലിക്കളിയും സ്വാഭാവികമായിട്ട് വന്നു. എന്നിട്ട് അത് പിന്നീട് തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ ഡയമണ്ട് ലോഡ്ജിനടുത്തുള്ളൊരു മുറ്റത്താണ് അത് കളിച്ചിരുന്നത്. പിന്നെ അതിനെ ചൊല്ലി ചില കശപിശ ഉണ്ടാവുകയും അപ്പോൾ അന്നത്തെ തൃശ്ശൂർ സബ് ഇൻസ്പെക്ടർ, പോലീസ് ഇൻസ്പെക്ടർ പാപ്പാളി അത് നിരോധിക്കുകയും ചെയ്തു. പിറ്റേ കൊല്ലം മുതൽ തൃശ്ശൂർ ചെട്ടിയങ്ങാടിയിലെ ചെട്ടികൾ ഈ കളി ഏറ്റെടുത്തു. അങ്ങനെ ചെട്ടിയങ്ങാടിയിലും പടിഞ്ഞാറ നടക്കാവിലും 2 പുലിക്കളി സംഘങ്ങൾ ഉണ്ടായി. അതിന് ട്രോഫി ഏർപ്പെടുത്തിയത് ചിറക്കേക്കാരൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കുടുംബമാണ്. പിന്നെ അത് ഇതാണ് അന്ന് KR രേണുക പറഞ്ഞ അഭിപ്രായം. പുത്തഴുത്ത് രാമമേനോൻ പറയുന്നത് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ തെക്ക് ഭാഗത്ത് ഇരട്ടച്ചിറ ശക്തൻ സ്റ്റാൻഡ് നിൽക്കുന്നില്ലേ, ശക്തൻ തമ്പുരാൻ, അവിടെ പണ്ട് ബ്രിട്ടീഷുകാർ ഒരു നാടൻ പട്ടാളത്തെ കൊണ്ടുവന്ന് ക്യാമ്പെടുപ്പിച്ചിരുന്നു. ആ പട്ടാളത്തിലധികവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. വേറെ ആളുകളുണ്ട്, അവരാണ് കൂടുതൽ. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മൊഹറത്തിനോടനുബന്ധിച്ച് പുലിയുടെ വേഷം കെട്ടി കളിക്കും. ഇത് പുത്തഴുത്ത് രാമമേനോൻ പോയി കണ്ടിട്ടുണ്ട് അത്ര. അപ്പോൾ ഈ പുലിക്കളി അന്ന് ഇവരെ സഹായിക്കാൻ, ചില അഭ്യാസങ്ങളിലൊക്കെ സഹായിക്കാൻ തൃശ്ശൂർ അത്യധികം അഭ്യാസിയും ആയിട്ടുള്ള വെളുത്തേടൻ ശങ്കരൻ എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ഗുണ്ടയാണ്, പക്ഷെ അദ്ദേഹം നല്ല അഭ്യാസിയാണ്. ഇദ്ദേഹത്തിൻ്റെ വീട് ഏതാണ്ട് പൂത്തോള് ഭാഗത്തു നിന്നാണ്. അവിടെ നിന്ന് പുലിക്കളി പുറപ്പെട്ട് ഇപ്പോൾ ഏകദേശം നടുവിലാലിൻ്റെ അവിടെ സമാപിക്കുന്ന രീതിയിലായിരുന്നു പഴയ പുലിക്കളിയുടെ സ്ട്രക്ചർ. അങ്ങനെ പട്ടാളം ഇവിടുന്ന് പിരിഞ്ഞു പോയപ്പോഴും പുലിക്കളി നമ്മൾ എന്ത് ചെയ്തു, ആ ആഘോഷത്തെ ഇങ്ങോട്ട് സ്വാംശീകരിച്ചു. ഇസ്ലാമിക വിരുദ്ധം എന്ന തരത്തിലൊക്കെയാണ് അവർ നിർത്താൻ കാരണം. അങ്ങനെ ഒരു ഇസ്ലാമിക വിരുദ്ധം അവരുടെ തന്നെ അഭിപ്രായം വന്നിട്ട് കലഹണ്ടായിട്ടാണ് ആദ്യത്തെ കൊല്ലം നിരോധിച്ചത്. പക്ഷെ അത് പിന്നീട് വീണ്ടും ഏറ്റെടുത്തു തൃശ്ശൂർ ചെട്ടികൾ. അങ്ങനെ ചെട്ടികളുടെ സ്ഥലമാണ് ചെട്ടിയങ്ങാടി. അവർ ഏറ്റെടുക്കുകയും അത് അസിമിലേറ്റ് ചെയ്തിട്ട് ഈ ഓണത്തിൻ്റെ അവിഭാജ്യ ഘടകമായി, ഇന്നത്തെ രീതിയിലല്ല അന്നത്തെ പുലിക്കളി. പഴയ പുലിക്കളിയിൽ പുലി ആടിനെ കടിച്ചെടുത്ത് കൊല്ലവർ ആടിനെയൊക്കെ കടിച്ചു കുടയുത്ര അങ്ങനെ ഉണ്ടായിരുന്നതായിട്ട് പുത്തഴുത്ത് രാമനും രേണുകയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആഘോഷത്തെ ഇപ്പോഴത്തെ രീതിയിലേക്ക് മാറ്റിയെടുത്ത് അത് അസിമിലേറ്റ് ചെയ്ത് വാസ്തവത്തിൽ ഓണവുമായി ഒരു ബന്ധമില്ലാത്ത പുലിക്കളി ഇപ്പോൾ ഓണത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. അതാണ് ഈ നമ്മുടെ ഈ അസിമിലേഷൻ എന്ന് പറയുന്നത്, സ്വാത്മാംശമാക്കി മാറ്റുക. എവിടെ നിന്ന് വന്നു ഒറിജിൻ പ്രശ്നമല്ല, അതിന് സൗന്ദര്യമുണ്ട്, അതിലൊരു ഈസ്തറ്റിക്സ് ഉണ്ട്, അതിൽ മെയ്യിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അതിങ്ങോട്ട് സ്വാംശീകരിച്ചിട്ടാണ് വാസ്തവത്തിൽ ഈ പുലിക്കളി സംഭവിക്കുന്നത് എന്നാണ് ഇതിൻ്റെ പൂർവ്വചരിത്രം പരിശോധിച്ച ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഇത്തവണത്തെ ഈ ഒരു ആഘോഷത്തെ എങ്ങനെയാണ് കാണുന്നത്? ആഘോഷം എന്ന് പറഞ്ഞാൽ 7 സംഘങ്ങളാണ്, 7 വർണ്ണം, സപ്തവർണ്ണമാണ്. 7 വർണ്ണം എന്ന് പറയുന്നത് കാനാട്ടുകര, പിന്നെ ശങ്കരംകുളങ്ങര,
പിന്നെ ചക്കാമുക്ക്, പിന്നെ സീതാറാം മില്ല്, വിയ്യൂര് ദേശം, വിയ്യൂര് യുവജന സംഘം, നമ്മളീ നിൽക്കുന്ന പാട്ടുരായ്ക്കൽ, ഇങ്ങനെ 7 സംഘങ്ങളാണ് ഇത്തവണത്തെ പുലിക്കളിയിൽ. അതുകൊണ്ട് ഇത്തവണത്തെ പുലിക്കളിയിൽ സപ്തവർണ്ണങ്ങൾ വിരിയും, 7 വർണ്ണങ്ങൾ വിരിയും. പുള്ളിപ്പുലി, കുട്ടിപ്പുലി, വരിമ്പുലി, ഇത് ശരിക്ക് വരയം പുലി, കരിമ്പുലി, ഇത്തരം പുലികളൊക്കെ പുലി കെട്ടിക്കളിയാണ്. വേഷം കെട്ടി നഗരത്തിലിറങ്ങി ആബാലവൃദ്ധം ജനങ്ങൾ വരും. അതായത് തൃശ്ശൂർ പൂരത്തെ അതിശയിക്കുമാറ് തൃശ്ശൂർ പൂരത്തിന് പുരുഷാരം, ഇപ്പോൾ വനിതാരം കൂടി പറയണം, പുരുഷാരം മാത്രം പറഞ്ഞാൽ പോരാ. അപ്പോൾ പുലിക്കളിയുടെ പുരുഷാരം, പുലിക്കളിയുടെ പുലി ആരവം അതിഗംഭീരമാവും തന്നെയാണ്. കാരണം അന്തരീക്ഷം വളരെ അനുകൂലമാണ് പുലിക്കളി. പിന്നെ പുലിക്കളി ഇപ്പോൾ ടാബ്ലോ വന്നു, അച്ചടക്കം വന്നു, കോർപ്പറേഷൻ്റെ ധനസഹായം വന്നു, സംഘങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ട് മാർക്കിടുന്ന രീതി വന്നു, അതിന് 1-2 സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്ന രീതി വന്നു. അങ്ങനെയൊക്കെ പുലിക്കളി വളരെയധികം ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മെറ്റമോർഫോസിസിന് ഒരു മാറ്റത്തിന് വിധേയമാവുകയും ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഓണത്തിൻ്റെ ഒരു എന്താ പറയുക, ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ കർട്ടൻ താഴുന്ന തിരുവനന്തപുരത്ത് സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ഇത്തവണ വയനാട് സംഭവിച്ച അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ആ സഹോദരങ്ങളെ സ്മരിക്കുന്നു. അവർക്ക് ആ ടൂറിസം ആഘോഷങ്ങളാണ് ഓണത്തിൻ്റെ ഔദ്യോഗിക സമാപനം എങ്കിലും തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഈ പുലിക്കളി എന്തായി? വേറെ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് പുലിക്കളി നടന്നാലും മുത്തഴുത്ത് രാമനം പറയുന്നത് തൃശ്ശൂർ പുലികൾ പ്രസവിച്ചതാണ്, അതിൻ്റെ സന്താനങ്ങളാണ്. ഇവിടെയാണ് അതിൻ്റെ മാതൃത്വം. അതുകൊണ്ട് തൃശ്ശൂരെ സംബന്ധിച്ച് ഓണാഘോഷത്തിന് കർട്ടൻ വീഴുന്നത് പുലിക്കളിയോടുകൂടിയാണ്. കുഞ്ഞിലേക്ക് ഓർമ്മകളും അല്ലേ, ഈ ഓരോ വർഷം നടക്കുമ്പോൾ അതൊക്കെ ഒരു ഓർമ്മകളല്ലേ? പുലിക്കളിയും പൂരവും ഞാൻ വിടാണ്ട് കാണാറുണ്ട്. പരമാവധി സമയത്തൊക്കെ അത് കാണാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു ആസ്വാദകനാണ്. ജനങ്ങൾക്കിടയിൽ അലിഞ്ഞു ചേർന്ന് ഈ ബ്രഹ്മത്തോട് ചേരുമ്പോൾ നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാവുന്നത് പോലെ നമ്മൾ ഈ ജനങ്ങളിൽ അലിഞ്ഞു ചേരുമ്പോൾ നമ്മളുടെ വ്യക്തിത്വം ഇല്ലാതായി നമ്മൾ കളക്റ്റീവ് കോൺഷ്യസ് ആയിട്ട് സമൂഹത്തിൻ്റെ പൊതു മനസ്സായിട്ട് മാറുന്ന ഒരവസ്ഥയും കൂടിയും ഈ പുലിക്കളി പൂരം, ഇത് തനി ജനകീയമാണല്ലോ. ഈ കളി പൂരവും പുലിക്കളി അങ്ങേയറ്റം ജനകീയമാണ്. ജാതിയില്ല, മതമില്ല, വർഗ്ഗമില്ല, വർണ്ണമില്ല, യാതൊരു ഭേദമില്ലാത്ത പ്രായോഗിക സോഷ്യലിസം, ഒരു ഈസ്തറ്റിക് സോഷ്യലിസം എന്നൊക്കെ എവിടെ കാണാൻ സാധിക്കും? ഈ ആഘോഷം പക്ക ജനകീയമാണ്, അതിൽ യാതൊരു തർക്കമില്ല. ഈ ഒരു പ്രഭാതത്തിൽ നമ്മോടൊപ്പം ചേർന്നതിൽ വളരെ നന്ദിയുണ്ട്. ഒപ്പം പുലികളിയുടെയും ഈ ഒരു ഓണത്തിൻ്റെ എല്ലാ ആശംസകളും. സന്തോഷം. അതായത് ആ ഒരു പുലികളി ആവേശമാണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒക്കെ ഏറ്റവും ആവേശം വിതറുന്ന ഓണത്തിൻ്റെ ഒരു സമാപനം അതുതന്നെയാണ് പുലികളി. ആ സമാപനത്തിൽ ഈ പുലികളൊക്കെ ഈ പുലിമടയിൽ നിന്നും സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോരുത്തരും, ഓരോ മലയാളികളും കാത്തിരിക്കുകയാണ്. വിവിധ വർണ്ണങ്ങൾ ശരീരത്തിൽ ചായങ്ങൾ പൂശിക്കൊണ്ട് ഓരോ പുലികളും ഇങ്ങനെ കാത്തിരിക്കുന്നു. അവരൊക്കെ ഈ ആളുകളെ, കാണികളെ ആവേശത്തിലാഴ്ത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. പുലികൾക്കൊപ്പം തന്നെ തയ്യാറെടുപ്പുകൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ധാരാളം പുലികൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുലികൾക്കൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിശ്ചല ദൃശ്യങ്ങൾ ഓരോ പുലികളി സംഘത്തോടൊപ്പവും ഒരുങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു വേട്ടക്കാരനുണ്ടാവും, ചെണ്ടയുടെ വന്യമായ താളമുണ്ടാവും, തുടുക്കും മറ്റ് വാദ്യങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ആ വിവിധ വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടെ പ്രത്യേകിച്ച് ആ ചെണ്ടയുടെ വന്യമായ താളത്തിനൊത്ത് ചുവട് വെച്ച് ഈ പുലികളൊക്കെ ഇങ്ങനെ ഇറങ്ങി ആ സ്വരാജ് റൗണ്ടിലൂടെ നടന്നു നീങ്ങുമ്പോൾ അതേതായാലും മലയാളികളുടെ ഓണക്കാഴ്ചകൾക്ക് കൂടുതൽ ഇരട്ടി മധുരം പകരുന്നതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവരുടെ ആ ഒരു ശാരീരികമായിട്ടുള്ള അധ്വാനം, നേരത്തെ നന്ദകിഷോർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ ശാരീരിക അധ്വാനം വേണ്ട ഒരു കലാരൂപമാണ് ഈ പുലികളി എന്നുള്ളത്. കാരണം ഇത്രയും അരുണിന്റെ ആവേശം മനസ്സിലാകുന്നു. കിരൺ ഒപ്പം കാത്തു നിൽക്കുന്നുണ്ട്. ആവേശം ഒട്ടും ചോരാതെ പമ്പാതീരത്തെ ഓളപ്പരപ്പിനടിയിൽ ഉമേഷും അരുൺ കൊടുങ്ങൂരുമുണ്ട്. ആറന്മുള ക്ഷേത്രത്തിലേക്ക് നിശ എത്തുന്നു. അരുണിന്റെ ഷർട്ട് എവിടുന്ന് വാങ്ങിയത് എന്നറിയാൻ ഇവിടെ താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഷർട്ട് സൈസ് അങ്ങോട്ട് മെസ്സേജ് ചെയ്തേക്കാം. അരുണിലേക്കും പുലികളിലേക്കും ഓളപ്പരപ്പിലേക്കും ഒക്കെ വേഗം പോകാം.